ഞാനൊരു കാര്യം പറയാമേ, അത് എത്ര പേർക്ക് അംഗീകരിക്കാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയുക, ഈ അടുത്ത ഇടയ്ക്കായിട്ട് പ്രവാസികൾക്കെതിരെ ഒരുപാട് രാജ്യങ്ങളിൽ ഒത്തിരി അതിക്രമങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അതിൽ ചിലതൊക്കെ ഒരു കാരണങ്ങളുമില്ലാതെ അഴിച്ചുവിട്ട ആക്രമണങ്ങളുമാണ്. എന്നാലും ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഞാനൊരു പ്രവാസിയാണല്ലോ, അപ്പോൾ ഇത് പറയാൻ എനിക്കും ഒരു അർഹതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. നമ്മളൊരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പം അവിടുത്തെ ട്രഡീഷൻസും കൾച്ചറും ഒക്കെ ആയിട്ട് ഏറ്റവും അടുത്ത് പോകാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ കൾച്ചറിനെയും ട്രഡീഷനെയും ഒക്കെ മാറ്റി പറയണമെന്നോ മറിച്ച് പറയണമെന്നോ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതൊക്കെ നമുക്കാണ് ഏറ്റവും വലുത്. പക്ഷെ അത് പുറത്തെ രാജ്യക്കാർക്കാവണമെന്നില്ല. അതിഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷേ നമ്മുടെ ആഘോഷങ്ങളും പല പല കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിന് വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലർക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമ്മൾ അതിനെപ്പറ്റി പലപ്പോഴും ചിന്തിക്കാറില്ല അല്ലേ. എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് എത്ര സിറ്റിസൺഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ എന്നും അഭയാർത്ഥികളാണ്, ശരിയല്ലേ. നമ്മുടെ നാട്ടിൽ വരുന്ന ബംഗാളികളെ നമ്മൾ ആരും മലയാളികളെന്ന് പറയാറില്ലല്ലോ. അവരെ നമ്മൾ എപ്പോഴും ബംഗാളികളെന്ന് പറയുകയല്ലേ ചെയ്യണേ. അതുപോലെ തന്നെയാണ് നമ്മളോടുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡും. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് കാണും കേട്ടോ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ മനസ്സിലും കാണും നമ്മൾ പുറത്തുനിന്ന് വന്നവരാണെന്ന്. അപ്പോൾ കഴിവതും ഇവിടുത്തെ രീതികളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മറ്റാർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെയും കൂടെ നോക്കുവാണെങ്കിൽ അത്രയും നല്ല കാര്യമാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടുത്തെ ഒരു ഉദാഹരണം പറയാവേ. നമ്മുടെ ഇന്ത്യൻ ഫുഡിൻ്റെ സ്പൈസസ് ഒക്കെ ഇടുന്നത് കൊണ്ട് മസാലകളുടെയൊക്കെ നല്ല സ്മെല്ലുണ്ടാവും. നമ്മളിപ്പോൾ വീട്ടിലൊരു ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ അതിൻ്റെ ഒരു സ്മെല്ല് നീക്കും കുറേ സമയത്തേക്ക്. നമ്മൾ ഈ ഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ മുടിയൊക്കെ കഴുകാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ സ്മെല്ല് നമ്മളിലുണ്ടാവും. അത് പക്ഷെ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ പുറത്തുള്ളവർക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ പലതവണ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർ ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഒരുപാട് അതിര് കടക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.